എല്ലാവർക്കും നമസ്കാരം. രാജയോഗ സമ്പ്രദായ രീതിയുടെ അടിസ്ഥാനം മോക്ഷം, മുക്തിയിലേക്കുള്ള സമാധി പാതയിലേക്കുള്ള ചുവടുവെപ്പുകളാണ്. സ്പിരിച്വൽ പാത്തിൽ ഏറ്റവും ഉയർന്ന ഒരു ഡയമെൻഷനാണ് രാജയോഗ മാർഗം. നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പറയും ചവിട്ടുപടികളാണ് 1, 2, 3 ക്ലാസ്സുകളൊക്കെ. കുറച്ചുകൂടെ ഉയർന്നു വരുമ്പോൾ 10, +2, PhD പല കാര്യങ്ങൾ. അതേപോലെ സ്പിരിച്വൽ ലെവലിൽ ഏറ്റവും ടോപ്പ് ഒരു സമ്പ്രദായമാണ് രാജയോഗ എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു വ്യക്തിക്ക് ബേസിക്കിൽ തൊട്ട് തുടങ്ങി ഏറ്റവും ടോപ്പിലേക്ക് എത്താനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് സിദ്ധപരമ്പര ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മളും ഗുരുജീസ് ലൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ക്രമീകരണം ഒരുക്കുവാൻ പോകുകയാണ്. എന്തായാലും ഓരോ ഗുരുക്കന്മാരും ഞാനുൾപ്പെടെ സമാധിയിലെത്തിയിരിക്കുന്ന എല്ലാവരും ചെയ്തിട്ടുള്ള പല കാര്യങ്ങളാണ്. സമാധിക്ക് മുൻപേ മറ്റുള്ളവരെ അംഗത്വം, ശിഷ്യഗണങ്ങളെ അംഗത്വം ചേർക്കുക എന്നുള്ളത് പ്രാണനുമായി 100% മുക്തി ലഭിക്കുന്ന രീതിയിൽ ഒരു ക്രമീകരണം ഒരുക്കുന്ന ഒരവസ്ഥ. ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂൺ 12-ാം തീയതി യോഗീശ്വര ലിംഗ സന്നിധിയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. യോഗീശ്വര ലിംഗ സന്നിധിയിൽ വെച്ച് നമ്മൾ ഇതിന് തുടക്കം കുറിക്കുകയാണ്. നാല് ഘട്ടങ്ങളിലായിട്ടുള്ള ദീക്ഷകൾ. ആദ്യഘട്ടത്തിൻ്റെ ഒരടിസ്ഥാനം രാജയോഗ സമ്പ്രദായത്തിൻ്റെ ആ രഹസ്യമാർഗത്തെ പറഞ്ഞു നൽകുക എന്നുള്ളതാണ്. മന്ത്രദീക്ഷ വരുന്നുണ്ട്, സ്പർശദീക്ഷ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാണനെ മുകളിലോട്ട് ഉയർത്താനായിട്ടുള്ള വിദ്യകൾ, ബഹിരാന്ത വിദ്യകൾ പഠിപ്പിച്ച് നൽകുന്ന അതിനുള്ള ദീക്ഷ ക്രമീകരണ രീതിയും ഇതെല്ലാം എൻ്റെ ഊർജവുമായി ചേർന്നിരുന്നുകൊണ്ട് ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ജേണിയിലേക്കും ആണിത് കടന്നു പോകുന്നത്. 3 വർഷമാണ് രാജയോഗയുടെ അടിസ്ഥാനപരമായുള്ള മാർഗങ്ങൾ നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്നത്. കായകൽപ്പ വിദ്യയുടെയും നാദസമ്പ്രദായ രീതിയുടെയും അതിനുശേഷം രാജയോഗ അടിസ്ഥാനത്തിലും ബ്രഹ്മവിദ്യയിലേക്കുള്ള, ബ്രഹ്മവിദ്യയാണ് നമ്മളിപ്പം പറയാറുണ്ടല്ലോ, ഒരു എക്സാം എഴുതിയിട്ട് നമ്മളതിന് ജയിക്കോ ഇല്ലയോ എന്ന് പറയുന്നത് ഈ പ്രിപ്പറേഷൻ എല്ലാം ശേഷമാണ് ബ്രഹ്മവിദ്യ വരുന്നത്. അത് ഒരു വ്യക്തി എലൈറ്റഡ് ആവാനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തി മോക്ഷപ്രാപ്തിയിലേക്കായി അദ്ദേഹത്തെ നയിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ അടിസ്ഥാനം കൊണ്ടുപോകുന്നത്. ഇതെല്ലാം നേരിട്ടുള്ളതാവും. എൻ്റെ എല്ലാ വിധത്തിനുണ്ടാവുന്ന സഹായങ്ങളും ഇതിനോടൊപ്പം നിന്നുകൊണ്ടായിരിക്കും പോകുന്നത്. ഇതിലേക്ക് മോക്ഷം ആഗ്രഹിക്കുന്ന, ലിബറേഷൻ ആഗ്രഹിക്കുന്ന, രാജയോഗ സമ്പ്രദായത്തിലും എന്നോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ഈ യാത്രയിൽ, സമാധിപാതയിലേക്കുള്ള യാത്രയിൽ ചേരുവാൻ താല്പര്യമുള്ളവർ ജൂൺ 12-ാം തീയതി ആദ്യഘട്ടമായിരിക്കുന്ന മന്ത്രദീക്ഷ ക്രമീകരണത്തിലേക്കും രാജയോഗ സമ്പ്രദായത്തിൻ്റെ ആ രഹസ്യ മാർഗങ്ങൾ അറിഞ്ഞും അതിലേക്കുള്ളൊരു തയ്യാറെടുപ്പിനും ബന്ധപ്പെടാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറുണ്ട്. അതിൽ മെസ്സേജ് ഇടുക. താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു നൽകും.